അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ നമുക്ക് മക്കൾക്ക് സുഖമാണ്. നമ്മൾ അത്യാവശ്യം ഒരു കാര്യത്തിന് പുറത്തു പോയി. പിന്നെ ഒരു കാര്യം കൂടെ പറയാനായിട്ടാണ് വന്നത്. ഇക്കാക്ക് നബിദിനത്തിന് ഇടാൻ ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട്. നമ്മളടുത്ത കടയിൽ ഏൽപ്പിച്ചേക്കാണ്. പോസ്റ്റ് വഴിയാണ് വന്നേട്ടാ. അപ്പം സന്തോഷം. അപ്പം അത് പ്രമോഷൻ വീഡിയോ ഒന്നും അല്ല, അത് സാധാരണ ഒരാൾ മനസ്സറിഞ്ഞ് ഇക്കാക്ക് കൊടുത്തതാണ്. ഇക്കായെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ സബിലുള്ള ഒരാളാണ്. അത് പേര് വെളിപ്പെടുത്തരുതെന്ന് പറഞ്ഞു. സന്തോഷം. അപ്പോൾ വാപ്പയും മക്കളും പുതിയ ഷർട്ട് ഇട്ട് നബിദിന ഘോഷയാത്രയ്ക്ക് പോട്ടെ എന്നാണ് പറയുന്നത്. പിന്നെ മക്കളൊക്കെ സ്കൂളിൽ പോയി, പരീക്ഷയാണ്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അൽഹംദുലില്ലാ സുഖമായിട്ടിരിക്കുന്നുണ്ട്. പിന്നെ ഓണത്തിൻ്റെ ചിങ്ങ ഒന്നാണ്. ഓണത്തിൻ്റെതായ എല്ലാം അത്തപ്പൂക്കളത്തിൻ്റെതാ പൂക്കൾ അല്ലേ കടയുടെ ഫ്രണ്ടിലെല്ലാം എന്തായിട്ടേക്കണ്. പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നിങ്ങൾ ഒരുപാട് കമന്റ് പറയുന്നുണ്ട്. ലൈവ് വേണ്ടക്ക. അപ്പം നമ്മൾ സന്തോഷത്തിലാണ്. നിങ്ങൾ വിചാരിക്കും പോലെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഒരുപാട് പേര് ബാഡ് കമന്റ് ഇടുന്നവരുണ്ട്. ഇവിടെ പോയി നല്ലതും അവിടെ പോയി ചീത്തയും, അവിടെ പോയി നല്ലതും ഇവിടെ വന്ന് ചീത്തയും പറയുന്നവർക്ക് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇന്നുകൊണ്ട് പ്രശ്നം അവസാനിപ്പിച്ചിരിക്കുകയാണ് അല്ലേ. കാരണം അത് കുറച്ച് സൊല്യൂഷനുകൾ നമ്മൾ എടുത്തു. രണ്ടുപേരും കൂടെ ഇരുന്നിട്ടും കാര്യങ്ങളൊക്കെ സംസാരിച്ചു. നമ്മളെ 3 മക്കളും നമുക്കുള്ളത് തന്നെയാണ്. എൻ്റെ മസ്റു മോളായാലും മുത്തുമോനായാലും മിച്ചുമോനായാലും മോളൊരിക്കലും മോളെയോ ബാക്കി കാര്യത്തിലോ ഒരിക്കലും ഇനി ഉമ്മച്ചിയുടെ ഭാഗത്തു നിന്നൊന്നും ഒരു തെറ്റും അല്ല ഒരു കുറ്റങ്ങളും പറയില്ല. മോൾ കഴിവതും ഫോൺ യൂസ് ചെയ്യാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. പിന്നെ ഷാഹിദാമ്മ ക്യാമറ ഓൺ ചെയ്ത് വെച്ച് തരാൻ പറഞ്ഞാലും മക്കൾ അത് ഉപയോഗിച്ച് കൊടുക്കണ്ട. കാര്യം വേറൊന്നും കൊണ്ടല്ല. മക്കൾ അതായത് എന്തെങ്കിലും ഒരു ഷാഹിദാമ്മ ഒരു കാര്യം ചെയ്താൽ അതിൻ്റെ ഒരു കുറ്റം മോൾക്ക് വരും. കാരണം അവർക്ക് യൂട്യൂബ് ഉപയോഗിക്കാൻ അറിയില്ല. അപ്പോഴും ഉമ്മ വാശിയുടെ പുറത്തും ദേഷ്യത്തിൻ്റെ പുറത്തും പ്രായത്തിൻ്റെ ഇതുകൊണ്ടും പറയും. 2 ഉമ്മമാരും അങ്ങനെയാണ്. നമ്മുടെ ജീവിതം ഇങ്ങനെ ആയിപ്പോയത്. ഇതിൻ്റെ ഇടയിൽ മൂട്ടാനും കാട്ടാനും ഓരോരുത്തരുണ്ട്. എനിക്ക് ഉമ്മാരുടെ അടുത്ത് ഉമ്മാരുടെ അടുത്ത് അല്ലാതെ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. പൊതുവായിട്ടൊരു കാര്യം ഉമ്മാരുടെ അടുത്ത് പറയണ്. എനിക്ക് നിങ്ങളോട് ദേഷ്യമോ കാര്യങ്ങളോ വിരോധങ്ങളോ ഇല്ല. വേറെ അതായത് വേറെ ചാനലിലോ ബാക്കി കാര്യം യൂട്യൂബിൽ കയറി കളിച്ചാൽ നമുക്ക് ഭയങ്കര പ്രശ്നങ്ങളാണ്. പിന്നെ നമ്മളെ കയ്യിൽ നിൽക്കില്ല. ഇപ്പം അവർ പറയും ശ്രീജേൻ്റെ അല്ലെങ്കിൽ ഫാത്തിമേൻ്റെ അല്ലെങ്കിൽ അവരേൻ്റെ ഇവരേൻ്റെ എന്ന് പറയും. റിയാക്ഷൻകാരെടുത്തിട്ട് ചെയ്താൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്ന് തൊട്ട് ഉമ്മ പറയും നമുക്ക് കണ്ടന്റ് ഇല്ല. നമുക്ക് ഒരുപാട് കണ്ടന്റ് ഉണ്ട്, വീട്ടിലെ കാര്യങ്ങളുണ്ട്. നമ്മൾ അന്നൊന്നും ആരെയും കണ്ടന്റ് വെച്ചല്ല നമ്മൾ വിറ്റ് തിന്നുന്നത്. നമ്മൾ നമ്മുടേതായ രീതിയിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രശ്നങ്ങളെല്ലാം അവസാനിപ്പിച്ചിരിക്കുകയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ വഴക്ക് കൂടാൻ വയ്യ. ഒരു വീർപ്പൂട്ടലാണ്. പിന്നെ ഉമ്മ എന്നെ പറയും, ഞാൻ തിരിച്ചു പറയും. ഇക്കാരുമ്മ എന്നെ പറയും, തിരിച്ച് ഞാൻ പറയും. വിഷയമില്ല, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞെന്ന് വിചാരിച്ചു. പക്ഷെ മറ്റുള്ളവരെ പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തിട്ട് അലക്കും ആൾക്കാർ. പിന്നെ നിങ്ങൾ ഈ അതെനിക്കൊരു സങ്കടമാണ്. കാരണം എന്ന് വെച്ചാല് ക്യാമറ നമ്മൾ തമ്മിലൊക്കെ ഏറ്റുമുട്ടേണ്ടി വരും. അതുകൊണ്ട് ക്ഷമിക്കുക, സഹിക്കുക. ഇതിപ്പം വേറെ ആരും അവിടെ കുറ്റക്കാരാവൂല. നമ്മൾ മരിച്ചു പോയാലും മരടുത്തൊരു കാര്യം പറയാണ്, ആ വോയിസ് അവിടെ കിടക്കും. അത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ പിന്നെ നിങ്ങളെ ഫോൺ നമ്മളെ കയ്യിൽ കിട്ടണം. നമുക്ക് എല്ലാം മൂട്ടാനും കാട്ടാനും എല്ലാവരും കാണും. പക്ഷെ ഒരു കാര്യം കൂടെ ഞാൻ പറയണം. ലാസ്റ്റ് വീഡിയോ ആണ്. ഇനി ഇതിനെപ്പറ്റി ഉമ്മ ഇനി വീഡിയോ എന്നെ ചെയ്താലും അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലും പറഞ്ഞാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. എൻ്റെ ഉള്ളിൽ കരയുന്നത് എനിക്കും പടച്ചോനിക്കും അറിയാം. ഞാൻ ഈ ഘട്ടത്തിൽ നിന്നിട്ടും ഉമ്മ ഇത്രയും പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഞാൻ ഉമ്മാൻ്റെ അടുത്ത് ഇപ്പോൾ പറയാണ്, എനിക്കിപ്പോൾ നേരിട്ട് ഉമ്മാടുത്ത് പറഞ്ഞ് സംസാരിക്കാൻ പറ്റൂല. അങ്ങനത്തെ ഒരു കണ്ടീഷനാണ്. ഉമ്മാരുടെ അടുത്ത് പറയാണ്, എനിക്ക് നിങ്ങളുടെ ദേഷ്യമോ കാര്യങ്ങളൊന്നുമില്ല. വന്നതും പോയതും എല്ലാം പോട്ടെ. നിങ്ങൾ സന്തോഷമായി, അവളെ ഇഷ്ടത്തിനാണ് വന്നതെന്നല്ലേ പറഞ്ഞ്, സന്തോഷമായി നിങ്ങൾ മോളെ വളർത്തി നന്നായിട്ട് ജീവിക്കുക. എന്നെങ്കിലും അവൾക്ക് എന്നെ അടുത്ത് ഒരു ഇഷ്ടം തോന്നുകയാണെങ്കിൽ അവൾക്ക് വരാം. ഇല്ലെങ്കിൽ അവൾക്ക് എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഷാനിക്കായെ സംബന്ധിച്ചിടത്തോളം വാപ്പായും ഉമ്മായും നമ്മളെല്ലാം ഒത്തു ജീവിക്കണമെന്നായിരുന്നു നമ്മുടെ ആഗ്രഹം. പക്ഷേ നിങ്ങളത് നമുക്ക് സാധിപ്പിച്ച് തന്നില്ല. നമ്മളിവിടെ എൻ്റെയൊക്കെ ആയുസിൻ്റെ പകുതി കാലം കഴിഞ്ഞു അല്ലേ. നമ്മളെ മക്കള് അവർക്ക് ഉപ്പച്ചീരുടെ അടുത്ത് സഹകരിക്കണമെന്നുണ്ട്, ഉമ്മച്ചീമാരുടെ അടുത്ത് സഹകരിക്കണമെന്നുണ്ട്, എല്ലാവരുടെ അടുത്ത് സഹകരിക്കണമെന്നുണ്ട്. ഞാൻ ഒരു കാര്യങ്ങളെടുത്ത് പറഞ്ഞുതരാം. വാപ്പ മരിച്ച ഒരു കുട്ടിയാണ് 1.
ഒന്നെന്ന് പറഞ്ഞൊരു വയ്യാത്ത അല്ലേ. അപ്പൊ ഈ ലോകത്ത് എല്ലാവർക്കും അറിയാം ഇങ്ങനെയാണ് എന്ന്. അപ്പൊ എങ്ങനെയാണ് വളർത്തിയെന്നും നിങ്ങളിപ്പോ വാശീരോർത്ത് എന്ത് പറഞ്ഞാലും എനിക്കറിയാം. അപ്പൊ എനിക്ക് ഇത്രയാണ് പറയാനുള്ളതെന്ന് വെച്ചാല് നിങ്ങൾ അവളെ വളർത്തിക്കോ. ആൺകുട്ടികളായോണ്ട് ആ പേരില്ലല്ലോ ഇക്ക, വേറൊന്നുമില്ല, വരൂലല്ല. അവന്മാരെന്തായാലും നമ്മൾ വളർത്തിക്കോളും. പിന്നെ പള്ളിയില് കാര്യങ്ങളും അതൊക്കെ അവരെ ഈ കാഴ്ചപ്പാട് പ്രായം ചെന്നവരെ കാഴ്ചപ്പാടും പിന്നെ വേറെ കുറച്ച് പേർക്ക് എരിയേറ്റി കൊടുക്കലുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, തന്നതും അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും തന്നതും കാര്യങ്ങളും ഒക്കെ ഇരിക്കട്ടെ. ഇവിടം കൊണ്ടിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എനിക്കിനി വയ്യ, അങ്ങോട്ട് മുന്നോട്ട് വഴക്കൂടി ജീവിക്കാൻ വയ്യ. മിണ്ടിയില്ലെങ്കിൽ മിണ്ടിയില്ലെന്നുള്ളതേ ഉള്ളൂ അല്ലേ, പിന്നെ അത്രേ ഉള്ളൂ. പക്ഷെ വായിന്ന് വീഴുന്ന വാക്ക് ഞാൻ ഉമ്മായി പറയും. വേറെ കേസുണ്ട്, വഴക്കും ഇതും ദേഷ്യപ്പെട്ടെന്ന് പറയുന്നതല്ല, മറ്റുള്ളവരെ കേറി ഒന്നും പറയരുത്. വല്ലതും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോ, എന്നെ കുറിച്ച് പറഞ്ഞു, പ്രശ്നമില്ല. നാട്ടുകാരെ കയറി പറഞ്ഞാൽ നാട്ടുകാർ കയറി മാന്തും. അത്രേ അറിഞ്ഞില്ലാത്തോണ്ടാണ് നിങ്ങൾ ഈ ചെയ്യുന്നത്. അത് പോട്ടെ, കുഴപ്പമില്ല. ഞാനിപ്പം ഒരു കാര്യമുണ്ട്, നിങ്ങൾ എന്നെ പറഞ്ഞാലും ഞാൻ നിങ്ങളെ പറഞ്ഞാലും ഉമ്മയും മോളുമാണ്. പക്ഷെ വേറൊരാൾ പറയുമ്പോ നമുക്ക് സഹിക്കൂല. അത് നിങ്ങളൊന്ന് ആലോചിക്കുക. അതല്ലേ നമ്മള് പറയുന്നതിന് ഒരു മാന്യത ഇടും, മറ്റുള്ളവർ പറയുന്നത് അങ്ങനെയല്ല. ഇന്നലെ തന്നെ ആ വീഡിയോ വന്നാണ്ടാ ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഞാൻ പറയണത്, നിങ്ങൾ ഇനി എന്നെ കുറിച്ച് ഇനി കള്ളിയാണെന്നോ പെരുങ്കള്ളിയാണെന്നോ മോട്ടിച്ചെന്നോ ആരോ എന്തുകൊണ്ടോ പറഞ്ഞോ, പക്ഷെ ഒരു കാര്യമുണ്ട്, അള്ളാന്റെ കോടതിയുണ്ട്. ഞാൻ ഒരിക്കലും ഇനി നിങ്ങളെ പറ്റിയോ ആരെ പറ്റിയോ ഒന്നും പറയേയില്ല, വീഡിയോ ചെയ്യേയില്ല. എൻ്റെ മക്കള് നിങ്ങളടുത്ത് സഹകരിക്കേണ്ടുന്ന സമയത്ത് സഹകരിച്ചോളും. പക്ഷെ ഒരു ഉമ്മ വാപ്പ മക്കളായിട്ട് ഞാൻ വളർത്തിയതിനെ പിരിച്ചു കളഞ്ഞു എന്നൊരു സങ്കടം മാത്രമേ ഉള്ളൂ. എനിക്ക് മോളടുത്ത് ഇത്രയാണ് പറയാനുള്ളത്. എന്താണ്, ഞാൻ നിനക്ക് ഒരു ശല്യത്തിനും വന്നിട്ടില്ല, നിന്നെ നല്ലപോലെ പഠിപ്പിച്ചിട്ട് നീ ഒരേ തെറ്റിലോട്ട് പോകുമ്പോഴും എനിക്ക് ഭയങ്കര വിഷമമാണ്. അതായത് ഫോൺ ഉപയോഗവും കാര്യങ്ങളും ഒക്കെ. എന്ന് നീ എൻ്റെ 11 വയസ്സിലെ മോള് തന്നെയായിരിക്കും. ഓരോരുത്തർ വീഡിയോകളൊക്കെ എടുത്ത് ഫേസ്ബുക്കിലൊക്കെ ചെയ്തേക്കണമ്പോൾ അമ്മച്ചീൻ്റെ കൽബൊന്ന് പൊട്ടും. കാരണം എന്ന് പറയുമ്പോൾ ഞാൻ വളർത്തിയ എൻ്റെ പൊന്നു മോളാണ് എന്നുള്ള രീതിയിൽ മക്കൾ കിടക്കാൻ നേരം ഒന്ന് ആലോചിച്ച് നോക്കണം. അതുകൊണ്ട് ഉമ്മച്ചി ഇത് അവിടെ വെച്ച് നിർത്തുകയാണ്. ഞാൻ ഇനി പ്രസവിക്കാറൊക്കെ ആയി, നിനക്ക് കുഞ്ഞാവേനെ കാണാൻ തോന്നുകയാണെങ്കിൽ വന്ന് കാണാം. എൻ്റെ വയറ്റിലാണല്ലോ നീ ജനിച്ചത്. അപ്പം എല്ലാം നിങ്ങൾ സഹോദരങ്ങൾ തന്നെയാണ്, അള്ള തന്ന മക്കളാണ്. ഒരു മരിച്ചുപോയ കൊച്ചിന് ശേഷം നീ എനിക്ക് കിട്ടിയപ്പോൾ നീ എൻ്റെ രാജകുമാരിയായിരുന്നു. അല്ലാ, എല്ലാവരും കൂടെ തമ്മി അങ്ങ് പിരിച്ചു കളഞ്ഞ്. പിന്നെ നിനക്കിപ്പോൾ ചിന്തിക്കാനുള്ള ശേഷി ആയില്ല പൊന്നെ. 12 വയസ്സേ ആയിട്ടുള്ളൂ. 12 വയസ്സായില്ല, 11 വയസ്സ് പൂർത്തിയായി, 12ാമത്തെ വയസ്സ്. പിന്നെ എല്ലാ ഉമ്മമാരുടെ അടുത്തും എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, പെമ്മക്കൾ നമ്മൾ കുറച്ചും കൂടെ ശാസിക്കും, കുറച്ചും കൂടെ കെയർ ചെയ്യും. കാരണം നമ്മുടെ അവസ്ഥ നാളെ വരരുതെന്ന് ആലോചിച്ചിട്ട് എനിക്ക് ഇത്രേ പറയാനുള്ളത്. ഇവിടം കൊണ്ടിട്ട് ഉമ്മ വാപ്പ സഹോദരങ്ങൾ മോള് എന്നുള്ള ടോപ്പിക്ക് ലൈവിൽ പോലും നിങ്ങൾ ചോദിക്കരുത്. ചോദിച്ചാൽ എനിക്ക് വയ്യാതാവും. ഞാൻ പെട്ടെന്ന് എനിക്ക് സങ്കടം കയറുന്ന ആളാണ്. അതുകൊണ്ട് ചോദിക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ ചോദിക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ എന്നെ പേഴ്സണലി വിളിക്കുക. അവരെ നമ്പർ ഞാൻ തരും അല്ലേ, അവരെ വിളിച്ച് നിങ്ങൾക്ക് ചോദിക്കാം. ഇതാണ് ഞാൻ എടുത്ത സൊല്യൂഷൻ. ആരും ഇനി എൻ്റെ അടുത്തൊന്നും ചോദിക്കരുത്, അവരെ പറ്റി പറയുകയും ചെയ്യരുത്. പറയണമെന്നുള്ളവർക്ക് അവരെ ഫോണിൽ വിളിക്കാം, എടുക്കാം, സംസാരിക്കാം. അല്ലാതൊരു കേസ് പറയുന്നേ, ഈ പ്രസവം കഴിയുന്നവരെങ്കിലും ആരും കുത്തി നോക്കാതിരിക്കുക. കാരണം ഞാന് അതായത് എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയി കുഞ്ഞാണ് പുറത്തു പറഞ്ഞെങ്കിൽ കുഞ്ഞിന്റെ കണ്ടാതൊക്കെ ഇക്ക കാണണം. പിന്നെ ബാക്കി 2 കൊച്ചുങ്ങൾ ഞാനേന്നും പറഞ്ഞു കിടക്കണല്ലേ, നമ്മളേന്നും പറഞ്ഞു കിടക്കുന്ന മക്കളാണ്. അതിനെന്ന് പറഞ്ഞാൽ ആരുമില്ല. അതിന് കുറച്ച് ദൗത്യങ്ങളൊക്കെ ഉണ്ട്. ആ ഏറ്റവും ഇളയ കൊച്ചിന് അതിൻ്റെ വാപ്പരെ ഖബറൊന്നു കൊണ്ട് കാണിക്കണം. അത് ചെയ്തു പോയ തെറ്റിന് അവനെ കൊണ്ട് പ്രായച്ചിത്തപ്പം തൗബ ചെയ്യിപ്പിക്കണം കേട്ടാ. അപ്പോഴ് ഇത്രയൊക്കെ ഉള്ളൂ, വേറൊന്നും പറയാനില്ല. യൂട്യൂബ് ചാനല് നമ്മുടെ സ്വന്തം കണ്ടന്റാണ്, സ്വന്തം വീഡിയോസുകളാണ്. പിന്നെ സഹി ഇടുമ്പോഴൊക്കെയാണ് പറയുന്നത്. നിങ്ങൾ വന്ന് ലൈവിൽ വന്ന് ഇങ്ങോട്ട് നിൽക്കണ്ട. കാരണം ഇസ്ലാമില് നമ്മളെ ഒരാൾക്ക് നമ്മളെ കൊണ്ട് സഹായിക്കാൻ കഴിയില്ല. അപ്പൊ നമ്മൾ ആരെ ഉപദ്രവിക്കാൻ അങ്ങോട്ട് പോവാതിരിക്കുക, അതാണ് ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യം. അല്ലാതെ മറ്റുള്ളവരെ അവരെങ്ങനെ ജീവിക്കുന്നു, അവ അങ്ങനെ അത് എന്ന് വിട്ടുപിടിക്കുമോ അന്ന് നിങ്ങൾ വെച്ചോ. എനിക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു സമയത്ത് എന്താണ് ചിക്കൻ പൊരിച്ചതൊക്കെ കഴിക്കാനാണ് ഇഷ്ടം. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ദുനിയാവിൽ ഞാൻ നല്ല ഫുഡൊന്നും അധികം കഴിച്ചിട്ടില്ല. എൻ്റെ ഉമ്മയും അപ്പേരൂടെ നിന്നപ്പോൾ
കെട്ടിക്കുന്നതിന് മുമ്പ് ഉമ്മച്ചിമായും ഒക്കെ മേടിച്ചു. അതിന് ശേഷം എനിക്കതൊന്ന് മേടിച്ച് തിന്നാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ഇക്കാരടുത്ത് പറയാം, എനിക്ക് ചിക്കൻ പൊരിച്ചത് വേണം, അത് വേണം, മേടിച്ച് തരും. ഇൻഷാ അല്ലാഹ് എല്ലാം നമ്മുടെ മാറി, നമ്മളെ കുഞ്ഞു വരുന്നതോടുകൂടി എല്ലാം മാറും. ഞാൻ രണ്ട് ഉയിര് ഒരു ദിവസത്തിന് മുമ്പ് പിടിക്കണമെന്നാണ് ഞാൻ ദുആ ചെയ്യണത്. ആവത്തൊന്നുമില്ലാതെ തിരിച്ച് വരണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ മക്കളെ. നമ്മളെ മക്കൾ സ്കൂളിൽ നിന്ന് വരാറായി. അപ്പോൾ ഇതെല്ലാവർക്കും ഇതിന് ഇനിയിപ്പോൾ ഇങ്ങോട്ട് കമൻ്റ് ഇടാൻ വരണ്ട, ഞാൻ കമൻറ്റ് ബോക്സ് ഓഫാണ്. അപ്പോൾ ഇത്രേ പറയാനുള്ളൂ. നജില ഷാൻ എന്ന് നജില ഷാൻ തന്നെയായിരിക്കും. ഉമ്മയ്ക്കും പാപ്പയ്ക്കും എന്തെങ്കിലും നമ്മളോട് മിണ്ടാൻ തോന്നുവാണെങ്കിൽ വന്ന് സംസാരിക്കാമല്ലോ, മിണ്ടിക്കോ. വേറെ പ്രശ്നങ്ങളോ ഒന്നുമില്ല. നമ്മളായിട്ട് ഒന്നിനും വരുന്നില്ല. എന്തായാലും ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മളോട് നിന്ന് മാറിപ്പോകും. നമ്മളായിട്ട് നിങ്ങൾക്ക് ആർക്കും ഒരു നാണക്കേട് വരുത്തുന്നതുമില്ല. ഇത്രയേ ഉള്ളൂ മക്കളെ വിശേഷങ്ങൾ. അസ്സലാമു അലൈക്കും.